നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹവാനും പരിശുദ്ധനുമായ സ്വർഗസ്ഥ പിതാവേ, ഈ അനുഗ്രഹീതമായ സമയത്തിനായി നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. അവിടുന്ന് അവിടെ വചനത്തിലൂടെ ഞങ്ങളോട് സംസാരിക്കണമേ. ദൈവകൃപ കൊണ്ട് നിറയ്ക്കണം. അടിയനെ ക്രൂശിൻ്റെ മറവിൽ മറയ്ക്കണം. യേശുവിൻ്റെ പൊന്നുനാമത്തിൽ പ്രാർത്ഥന കേൾക്കണം പിതാവേ, ആമേൻ. ദൈവനാമത്തിൻ്റെ മഹത്വമുണ്ടാകട്ടെ. നിങ്ങൾക്കെല്ലാവർക്കും യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യനാമത്തിലുള്ള സ്നേഹബന്ധനം പ്രഥമമായി അറിയിക്കുന്നു. അതോടൊപ്പം തന്നെ സന്തോഷനിർഭരമായ ഒരു ക്രിസ്മസും സമ്പൽ സമൃദ്ധമായ ദൈവിക നന്മകളാൽ നിറയപ്പെട്ട ഒരു പുതുവത്സരവും ആഘോഷിക്കുന്നു. ഈ വേളയിൽ സാധാരണ ഒരു ക്രിസ്മസ് സന്ദേശമാണ് നൽകുന്നത്. എന്നാൽ ക്രിസ്മസ് യഥാർത്ഥത്തിൽ ക്രിസ്തുവിൻ്റെ ത്യാഗത്തെയും സ്നേഹത്തെയും വിളിച്ചോതുന്ന ഒന്നാണ്. സ്വർഗത്തിലെ സകല മഹിമകളും വെടിഞ്ഞുകൊണ്ട് ഭൂമുഖത്ത് വന്ന് ജീവന നൽകിയ കർത്താവിൻ്റെ സ്നേഹം. അതുകൊണ്ട് സാധാരണ ഉള്ളൊരു ക്രിസ്മസ് സന്ദേശമായിട്ടല്ല, അതിൽ വ്യത്യസ്തമായി കർത്താവിനോടൊപ്പം പ്രവർത്തിക്കുവാൻ സഭയെ സന്നദ്ധമാക്കുന്ന ഒരു സന്ദേശമാണ് ഇന്ന് നിങ്ങളോട് പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുന്നത്. വിശുദ്ധ യോഹന്നായ സുവിശേഷം 12-ാം അധ്യായം 32-ാം വാക്യം ഇപ്രകാരം പറയുന്നു: ഞാനോ ഭൂമിയിൽ നിന്ന് ഉയർത്തപ്പെട്ടാൽ എല്ലാവരെയും എങ്കിലേക്ക് ആകർഷിക്കും. ഞാനോ ഭൂമിയിൽ നിന്ന് ഉയർത്തപ്പെട്ടാൽ എല്ലാവരെയും എങ്കിലേക്ക് ആകർഷിക്കും. കർത്താവ് തിരുവായ്മൊഴിഞ്ഞ് അരുളി ചെയ്ത തിരുവചനമത്രേ ഇത്. ഈ വാക്യം കർത്താവിൻ്റെ ക്രൂശ് മരണത്തെ സൂചിപ്പിക്കുന്നു എന്ന് നമുക്കറിയാം. അതോടൊപ്പം തന്നെ കർത്താവിൻ്റെ മഹത്വീകരണത്തെയും സൂചിപ്പിക്കുന്നു എന്ന് പറഞ്ഞാൽ തെറ്റില്ല. ഇവിടെ കർത്താവ് എല്ലാവരെയും ആകർഷിക്കും എന്നുള്ള ഒരു സന്ദേശമാണ് നൽകുന്നത്. എന്നാൽ ഇന്ന് നമ്മൾ ലോകത്ത് നോക്കുമ്പോൾ എല്ലാവരും ആകർഷിക്കപ്പെടുന്നുണ്ടോ? കർത്താവിലേക്ക്, കർത്താവിൻ്റെ സ്നേഹത്തിലേക്ക് ആകർഷിക്കപ്പെടുന്നുണ്ടോ? അപ്പോൾ അതെന്തൊക്കെയാണ് പാളിച്ചകൾ, അല്ലെങ്കിൽ അതിലെന്തൊക്കെയാണ് വീഴ്ചകൾ ഉണ്ടായത്, ഏതെല്ലാം ഭാഗങ്ങളിലാണ് തകരാറ് സംഭവിച്ചത് എന്ന് സഭ എന്ന നിലയിൽ നമ്മൾ ചിന്തിക്കേണ്ടത് ആവശ്യമാണ്. ക്രൂശ് കൊണ്ട് എല്ലാം തീരും എന്ന് കരുതിയ ലോകത്തിനും ലോകത്തിൻ്റെ പ്രഭു എന്ന് കർത്താവ് വിശേഷിപ്പിച്ച പിശാചിനും തെറ്റി. ക്രൂശ് കൊണ്ടെല്ലാം അവസാനിച്ചില്ല. അവിടെയാണ് അനുഗ്രഹത്തിൻ്റെയും നന്മയുടെയും ആരംഭം. അപ്പോസ്തല പ്രവൃത്തികൾ 4-ാം അധ്യായം 10-ാം വാക്യം ഇപ്രകാരം പറയുന്നു: നിങ്ങൾ ക്രൂശിച്ചവനും ദൈവം മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവനുമായി നസ്രാന യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ഇവൻ സൗഖ്യമുള്ളവനായി നിങ്ങളുടെ ഇടയിൽ നിൽക്കുന്നു. അപ്പോൾ ഇവിടെ കർത്താവ് പറയുകയാണ്, കർത്താവിനെക്കുറിച്ച് പറയുകയാണ്, നിങ്ങൾ ക്രൂശിച്ച, വളരെ ഭയന്ന് യഹൂദന്മാരെയും മറ്റ് അധികാരികളെയും ഭയന്നിരുന്ന ശിഷ്യന്മാർ പറയുകയാണ്, നിങ്ങൾ ക്രൂശിച്ച എന്ന് അവരുടെ മുഖത്ത് നോക്കി പറയത്തക്കവണ്ണം ധൈര്യം ഉള്ളവരായി അവർ തീർന്നു. കർത്താവ് അവരാൽ ക്രൂശിക്കപ്പെട്ടു എന്നുള്ള വ്യക്തമായ ഒരു സന്ദേശം. എന്നാൽ ദൈവം കർത്താവിനെ ഉയർത്തെഴുന്നേൽപ്പിച്ചു എന്നുള്ള വ്യക്തമായ ഒരു ബോധ്യം ജനത്തെ നൽകുവാൻ ആഗ്രഹിക്കുകയാണ്. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 12-ാം അധ്യായം 24-ാം വാക്യം ഇപ്രകാരം വായിക്കുന്നു: ആമേൻ ആമേൻ, ഞാൻ നിങ്ങളോട് പറയുന്നു, കോതമ്പ് മണി നിലത്തു വീണ് ചാകുന്നില്ല എങ്കിൽ അത് തനിയേയിരിക്കും, ചത്തു എങ്കിലോ വളരെ വിളവുണ്ടാകും. ഇവിടെ തിരുവചനം പറയുന്നത് കോതമ്പ് മണി നിലത്തു വീണ് ചാകുന്നില്ല എങ്കിൽ അത് തനിയേയിരിക്കും. യേശു കർത്താവ് ജീവന നൽകി, ഒരു ഗോതമ്പ് മണി പോലെ ജീവന നൽകി അധികമായി വർദ്ധിച്ചിരിക്കുകയാണ്. അവൻ്റെ പ്രവർത്തന മണ്ഡലവും അതുപോലെ കർത്താവിൻ്റെ ദൈവമായ ആകർഷണത്തിൻ്റെയും പരിധി വർദ്ധിച്ചിരിക്കുകയാണ്. അത് ഞാൻ വ്യക്തമാക്കാം. ഇവിടെ പറയുവാൻ ആഗ്രഹിക്കുന്നത്, അവൻ പരിപൂർണമായി കർത്താവ് ലോകത്ത് വരുമ്പോൾ പൂർണ്ണമായ ദൈവവും പൂർണ്ണമായ മനുഷ്യനുമാണ്. ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തേക്ക് പോകുമ്പോൾ, അല്ലെങ്കിൽ ക്രൂശ് മരണത്തിലൂടെ സംഭവിച്ചത് അവൻ്റെ മനുഷ്യത്വം വിശാലമായി എന്നുള്ളതാണ്. അതായത് സഭ എന്ന അവൻ്റെ ശരീരമായി, ദൈവത്തിന് ദൈവവും മനുഷ്യന് മനുഷ്യനും. അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് കൊലോസ്യർക്ക് എഴുതിയ ലേഖനം വായിക്കുമ്പോൾ, കൊലോസ്യർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം അതിൻ്റെ 19-ാമത്തെ വാക്യം ഇപ്രകാരം വായിക്കുന്നു: തലയായവനിൽ നിന്നല്ലോ ശരീരം മുഴുവൻ സന്ധികളാലും ഞരമ്പുകളാലും ചൈതന്യം ലഭിച്ച് ഏകീഭവിച്ച് ദൈവികമായ വളർച്ച പ്രാപിക്കുന്നു. അപ്പോൾ തലയായ ക്രിസ്തു ശരീരം സഭയാണ്. അതുമാത്രമല്ല, സഭയെ തൊടുന്നത് ക്രിസ്തുവിനെ തൊടുന്നത് പോലെയാണ്.
പൗലോസ് അപ്പോസ്തലൻ്റെ രൂപാന്തരത്തിൻ്റെ സമയത്ത് ശൗലേ ശൗലേ നീ എന്നെ ഉപദ്രവിക്കുന്നതെന്ത്? സഭയെ ഉപദ്രവിക്കുമ്പോൾ ആ ഉപദ്രവം ഏറ്റുവാങ്ങുന്നത് കർത്താവാണ്. അതിനാൽ സഭ എന്ന് പറയുന്നത് ക്രിസ്തുവിനോട് ചേർക്കപ്പെട്ട, അല്ലെങ്കിൽ ക്രിസ്തുവിൻ്റെ ശരീരം വിശാലമായ അർത്ഥത്തിലുള്ള ഒരു ദൃശ്യമായ അനുഭവമാണ്. ഉയർത്തെഴുന്നേറ്റവനായ കർത്താവ് ചോദിച്ചത് ആ ചോദ്യം, ശൗലേ നീ എന്നെ ഉപദ്രവിക്കുന്നതെന്ത്? അതുകൊണ്ട് കർത്താവിൻ്റെ ശരീരത്തിനാണ് വേദന ഉണ്ടാകുന്നത്, അവൻ തലയായ ക്രിസ്തു. അതിനാൽ നമ്മുടെ ചിന്തയ്ക്ക് ആധാരമായ എല്ലാവരെയും ആകർഷിക്കുക എന്നുള്ളത് ക്രിസ്തുവിൻ്റെ ഉത്തരവാദിത്വമായി, അല്ലെങ്കിൽ ക്രിസ്തു എന്ന പറയുമ്പോൾ സഭയും ചേർന്നുള്ള ഉത്തരവാദിത്വമാണ് എന്ന് മനസ്സിലാക്കുവാൻ, അല്ലെങ്കിൽ അപ്രകാരം ചിന്തിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. എല്ലാവരെയും ആകർഷിക്കുക എന്ന് പറയുമ്പോൾ കർത്താവ് ക്രൂശിന്മേൽ നിന്നുകൊണ്ട് ആകർഷിക്കുക എന്നുള്ള, അവൻ ഉയർത്തെഴുന്നേറ്റു. അതുകൊണ്ട് ക്രിസ്തുവിനോടൊപ്പം ചേർക്കപ്പെട്ട സഭ എന്ന് പറയുന്ന കർത്താവിൻ്റെ ശരീരം ചേർന്ന് എല്ലാവരെയും ആകർഷിക്കുക, ക്രിസ്തുവിലേക്ക് ആകർഷിക്കുക എന്നുള്ളതാണ്. ക്രിസ്തു സഭയോട് ഒപ്പം വസിക്കുവാൻ കഴിയുന്നുണ്ടോ? തലയായ ക്രിസ്തു, അവൻ്റെ നിയന്ത്രണത്തിലാണോ സഭ മുമ്പോട്ട് പോകുന്നത്? സഭയ്ക്ക് ക്രിസ്തുവിനോടൊപ്പം ആയിരിക്കുവാൻ കഴിയുന്നുണ്ടോ എന്നുള്ളത് വളരെ ശ്രദ്ധേയമായി ചിന്തിക്കേണ്ട, ഗൗരവമായി ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോസ്തല പ്രവൃത്തികൾ 3-ാം അധ്യായം 6-ാം വാക്യം ഇപ്രകാരം വായിക്കുന്നു. അപ്പോസ്തല പ്രവൃത്തികൾ 3-ാം അധ്യായം 6-ാം വാക്യം. വെള്ളിയും പൊന്നും എനിക്കില്ല. പത്രോസ് പറഞ്ഞു, അപ്പോൾ പത്രോസ്, വെള്ളിയും പൊന്നും എനിക്കില്ല, എനിക്കുള്ളത് നിനക്ക് തരുന്നു. നസ്രാനായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ നടക്ക എന്ന് പറഞ്ഞ് അവനെ എഴുന്നേൽപ്പിക്കുകയാണ്. വെള്ളിയും പൊന്നും എനിക്കില്ല, എനിക്കുള്ളത് നിനക്ക് തരുന്നു. നസ്രാനായ യേശുവിൻ്റെ നാമത്തിൽ നടക്ക. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ദൈവമായിരുന്നു അവരുടെ, ക്രിസ്തുവായിരുന്നു അവരുടെ ബലം. അവരുടെ ശുശ്രൂഷയെ നയിച്ചത് ക്രിസ്തുവായിരുന്നു. കർത്താവ് പറഞ്ഞതുപോലെ പിതാവ് എന്നിൽ വസിച്ചുകൊണ്ട് അവൻ്റെ പിതാവിൻ്റെ പ്രവൃത്തി ചെയ്യുന്നു എന്ന് പറഞ്ഞതുപോലെ അപ്പോസ്തലന്മാരിൽ കർത്താവ് വസിച്ചുകൊണ്ട് കർത്താവിൻ്റെ ശുശ്രൂഷ ചെയ്യുകയാണ്. അതുപോലെ സഭയിലൂടെ ഈ ഒരു അനുഗ്രഹീതമായ ശുശ്രൂഷ നിറവേറ്റപ്പെടേണ്ടതാണ്. ഇന്ന് സഭ പറഞ്ഞാൽ എന്തു പറയും? വെള്ളിയും പൊന്നും ഞങ്ങൾക്കുണ്ട്, പത്രോസ് പറഞ്ഞ കാര്യം ഞങ്ങൾക്കില്ല എന്ന് പറയാനല്ലേ കഴിയുകയുള്ളൂ സഭയ്ക്ക് ഈ നൽകുന്ന മുടന്തനെ നടക്കുവാനും, അല്ലെങ്കിൽ വേദനയിലുള്ളവൻ ആശ്വാസവും സമാധാനവും നൽകുവാൻ, സമൂഹത്തിലുണ്ടായിരിക്കുന്ന രോഗബാധിതമായ അനുഭവത്തിന് സൗഖ്യം നൽകുവാൻ സഭയ്ക്ക് കഴിയുന്നുണ്ടോ? സഭയുടെ ജീവിതത്തിലും ആരാധനയിലും ആ ദൈവിക ശക്തി വെളിപ്പെടുന്നുണ്ടോ? ശുശ്രൂഷയിൽ ആ ശക്തി പ്രകടമാകുന്നുണ്ടോ എന്ന് ചിന്തിക്കേണ്ടതാണ്. പത്രോസ് ക്രിസ്തുവിനോട് കൂടെ നടന്നവനാണ്, എങ്കിലും തള്ളിപ്പറഞ്ഞു. അതുകൊണ്ട് നാം ഭാരപ്പെടേണ്ട കാര്യമില്ല. പത്രോസ് മാറിയതുപോലെ ഇന്നത്തെ സഭയ്ക്കും മാറ്റം നൽകുവാൻ ദൈവത്തിന് സാധിക്കും. ദൈവത്തിന് അസാധ്യമായിട്ടൊന്നുമില്ല. ക്രിസ്തു പത്രോസിലും, പത്രോസ് ക്രിസ്തുവിലുമായപ്പോൾ പത്രോസിൻ്റെ നിഴൽ പോലും ശക്തിയുള്ളതായി മാറി എന്നുള്ളത് ശ്രദ്ധേയമാണ്. കർത്താവിൻ്റെ സന്നിധിയിൽ പരിപൂർണമായും നമ്മെ സമർപ്പിക്കുമ്പോൾ, നമ്മുടെ വിശ്വാസത്തിൻ്റെ തലത്തിൽ മാത്രമല്ല, നമ്മുടെ അനുഭവത്തിൻ്റെ തലത്തിലേക്ക് ക്രിസ്തു വരുമ്പോൾ, ദൈനംദിനം കർത്താവിനോട് കൂടെ നടക്കുന്ന അനുഭവം, ദൈവകൃപയിൽ മുന്നേറുവാൻ ആഗ്രഹിച്ചുകൊണ്ടുള്ള ജീവിതയാത്ര, അവിടെയാണ് ഏറ്റവും അനുഗ്രഹീതമായ നന്മകൾ കാണുവാൻ കഴിയുന്നത്. അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് കൊലോസ്യർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം 1 മുതൽ വായിക്കുമ്പോൾ ഇപ്രകാരം വായിക്കുന്നു: ആകയാൽ നിങ്ങൾ ക്രിസ്തുവിനോട് കൂടെ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എങ്കിൽ ക്രിസ്തു ദൈവത്തിൻ്റെ വലത്ത് ഭാഗത്തിരിക്കുന്നിടമായ ഉയരത്തുള്ളത് അന്വേഷിപ്പിൻ, ഭൂമിയിലുള്ളതല്ല ഉയരത്തുള്ളത് തന്നെ ചിന്തിപ്പിൻ. നിങ്ങൾ മരിച്ച് നിങ്ങളുടെ ജീവൻ ക്രിസ്തുവിനോട് കൂടെ ദൈവത്തിൽ മറഞ്ഞിരിക്കുന്നു. തുടർന്ന് നമ്മൾ വായിക്കുമ്പോൾ 5-ാം വാക്യം: ആകയാൽ ദുർനടപ്പ്, അശുദ്ധി, അതിരാഗം, ദുർമോഹം, വിഗ്രഹാരാധനയായ അത്യാഗ്രഹം, ഇങ്ങനെ ഭൂമിയിലുള്ള നിങ്ങളുടെ അവയവങ്ങളെ മരിപ്പിപ്പിൻ. ഈ വക നിമിത്തം ദൈവകോപം അനുസരണം കെട്ടവരുടെ മേൽ വരുന്നു. അപ്പോൾ ഇവിടെ ഇങ്ങനെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇപ്രകാരമുള്ള അനുഭവങ്ങളിൽ നിന്ന് വ്യത്യസ്തമായ അനുഭവം, ഒരു രൂപാന്തരപ്പെട്ട ധാർമ്മികത,
ദൈവത്തിന് വേണ്ടി ജീവിക്കുന്ന ഒരു അനുഭവം ഉണ്ടാകണം. തുടർന്ന് പറയുന്നത് ഇങ്ങനെയാണ്: അവയിൽ ജീവിച്ചിരുന്ന കാലം നിങ്ങളും മുമ്പേ അവയിൽ നടന്നു പോന്നു. ഇപ്പോഴോ നിങ്ങളും കോപം, ക്രോധം, ഈർഷ്യ, വായിൽ നിന്ന് വരുന്ന ദൂഷണം, ദുർഭാഷണം ഇവയൊക്കെയും വിട്ടുകളവിൻ. അന്യോന്യം ഭോഷ്ക് പറയരുത്. നിങ്ങൾ പഴയ മനുഷ്യനെ അവൻ്റെ പ്രവൃത്തികളോടുകൂടെ ഉരിഞ്ഞുകളഞ്ഞ് തന്നെ സൃഷ്ടിച്ചവൻ്റെ പ്രതിമപ്രകാരം പരിജ്ഞാനത്തിനായി പുതുക്കം പ്രാപിക്കുന്ന പുതിയ മനുഷ്യനെ ധരിച്ചിരിക്കുന്നുവല്ലോ. സഭ പുതിയ മനുഷ്യനെ ധരിച്ചിരിക്കുന്നു. അതാണ് ക്രിസ്തുവിൻ്റെ മനുഷ്യത്വം എന്ന് പറയുന്നത്. ലോകത്തിൽ വിസ്തൃതമായ അവൻ്റെ ക്രൂശ് മരണത്തിലൂടെ വീണ്ടെടുക്കപ്പെട്ട സഭ എന്ന് പറയുന്നത് കർത്താവിനോട് ചേർക്കപ്പെട്ടവരാണ്. അവൻ്റെ ശരീരമായി തീർന്ന ഒരു കർത്താവിൻ്റെ എക്സ്പാൻഡ് ചെയ്യപ്പെട്ട ഒരു ബോഡി, ആ മനുഷ്യത്വം എന്ന് പറയുന്നത്, ആ ഒരു അനുഗ്രഹീതമായ കർത്താവിലേക്ക് എല്ലാവരെയും ആകർഷിക്കത്തക്കവണ്ണമുള്ള വിശുദ്ധിയിൽ ജീവിക്കുന്ന ഒരു സഭയായി മാറുവാൻ കഴിയണം. നമുക്കെല്ലാവർക്കും ക്രിസ്തുവിനോട് സ്നേഹമുണ്ട്. സഭ നശിക്കരുത് എന്ന ആഗ്രഹമുണ്ട്. അതുകൊണ്ട് നമുക്ക് വിമർശിക്കാൻ കഴിയുന്നവരെല്ലാം വിമർശിക്കുകയാണ്. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കണം: നാം നമ്മെ തന്നെ ഒന്ന് വിമർശിക്കുവാനും നമ്മെ രൂപാന്തരത്തിന് വിധേയപ്പെടുത്തി കൊടുക്കുവാനും കഴിയുന്നുണ്ടോ? പത്രോസിൻ്റെ ജീവിതത്തിൽ കർത്താവ് ഗന്നേസരത്ത് തടാകക്കരയിൽ വന്നെന്ന് പറഞ്ഞു. അവനോട് ചോദിച്ചു 3 ചോദ്യങ്ങൾ. എന്നെ സ്നേഹിക്കുന്നുണ്ടോ എന്നുള്ള മൂന്നാമതും ചോദിക്കുമ്പോൾ പത്രോസ് തന്നെ സമർപ്പിക്കുകയാണ്. കർത്താവേ, എൻ്റെ കഴിവുകളും കഴിവുകേടുകളും ബലഹീനതകളും ഉറപ്പില്ലായ്മയും എല്ലാം അങ്ങേക്കറിയാം. എൻ്റെ പരാജയങ്ങളെല്ലാം അന്ന് സമർപ്പിച്ചത് കഴിഞ്ഞ 3.5 വർഷക്കാലം കൂടെ നടന്നതുപോലെ അല്ല. തൻ്റെ ജീവിതത്തെ പരിപൂർണമായും വിട്ടുകൊടുക്കുകയാണ്. താൻ സീറോ ആയി. ഇനി കർത്താവെ, എന്തെങ്കിലും തീരുമാനം നിൻ്റെതാണ്. എൻ്റെ ജീവിതത്തിൻ്റെ മേലുള്ള തീരുമാനം നിൻ്റെതാണ്. ഇത് പറയുവാൻ കഴിയുമ്പോഴാണ് സഭ വിശുദ്ധിയിലേക്ക് പ്രയാണം ചെയ്യുന്നത്. കർത്താവെ, ഞാൻ അങ്ങയാൽ വീണ്ടെടുക്കപ്പെട്ടവരാണ്, അങ്ങയുടെ വകയാണ്, എൻ്റെ ഇഷ്ടമല്ല, നിൻ്റെ വഴികളിലാണ് ജീവിക്കേണ്ടത്. അതൊരു പ്രധാന കാര്യമായിട്ട് മനസ്സിലാക്കണം. സ്വയം മാറാൻ നമുക്ക് കഴിയുകയില്ല. നമുക്ക് സാധിക്കാതിരിക്കുന്ന കാര്യങ്ങളെ കർത്താവിന് നമ്മെ മാറ്റുവാനും രൂപാന്തരപ്പെടുത്തുവാനും സാധിക്കും എന്നുള്ളത് ശ്രദ്ധേയമാണ്. പത്രോസിൻ്റെ നിഴലിൽ പോലും ശക്തി ഉണ്ടായി എന്ന് പറഞ്ഞാൽ, ദൈവം നമ്മുടെ ഉള്ളിൽ വസിക്കുമ്പോൾ നമുക്കൊരു രൂപാന്തരമുണ്ടാകും. ഞാൻ ആ ഭാഗത്തേക്ക് വരാം. അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് എഫേസ്യർക്ക് ലേഖനം 2-ാം അധ്യായം 1 മുതൽ നമ്മൾ വായിക്കുമ്പോൾ, അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായിരുന്ന നിങ്ങളെയും അവൻ ഉയർപ്പിച്ചു. അവയിൽ നിങ്ങൾ മുമ്പേ ഈ ലോകത്തിൻ്റെ കാലഗതിയെയും ആകാശത്തിലെ അധികാരത്തിനും അനുസരണക്കേടിൻ്റെ മക്കളിൽ ഇപ്പോൾ വ്യാപരിക്കുന്ന ആത്മാവിനും അധിപതിയായവനെയും അനുസരിച്ച് നടന്നു. അവരുടെ ഇടയിൽ നാം എല്ലാവരും മുമ്പേ നമ്മുടെ ജഡമോഹങ്ങളിൽ നടന്ന് ജഡത്തിനും മനോവികാരങ്ങൾക്കും ഇഷ്ടമായി ചെയ്തും കൊണ്ട് മറ്റുള്ളവരെ പോലെ പ്രകൃതിയാൽ ദൈവകോപത്തിൻ്റെ മക്കളായിരുന്നു. കരുണാസമ്പന്നനായ ദൈവമോ നമ്മെ സ്നേഹിച്ച മഹാസ്നേഹ നിമിത്തം അതിക്രമങ്ങളാൽ മരിച്ചവരായ നമ്മെ ക്രിസ്തുവിനോടുകൂടെ ജീവിപ്പിക്കുകയും കൃപയാൽ അത്രേ നിങ്ങൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നു. അപ്പോൾ ക്രിസ്തുവിൻ്റെ ക്രൂശ് മരണത്തിലൂടെ, ത്യാഗത്തിലൂടെ നമ്മൾ കൃപയാൽ വീണ്ടെടുക്കപ്പെട്ടിരിക്കുകയാണ്, വിശുദ്ധീകരണം പ്രാപിച്ചിരിക്കുകയാണ്. നമ്മുടെ വിശ്വാസത്തിൽ മാലിന്യങ്ങൾ വരാൻ പാടില്ല. നമ്മുടെ ഭൗതികമായ പല ആവശ്യങ്ങളുടെ സമ്മർദ്ദമാണ് നമ്മെ പലപ്പോഴും നമ്മുടെ വിശ്വാസത്തിൽ വഴിതെറ്റിക്കുന്നത്. തിരുവചനം വ്യക്തമായിട്ട് പറയുന്നു, ആദ്യമായി അവൻ്റെ രാജ്യവും നീതി അന്വേഷിപ്പിൻ, അതോടെ ഇതൊക്കെ നിങ്ങൾ കിട്ടും. മാത്രമല്ല 23-ാം സങ്കീർത്തനത്തിൽ ദാവീദ് വ്യക്തമാക്കുന്നത്, നന്മയും കരുണയും എൻ്റെ ആയുഷ്കാലമൊക്കെയും എന്നെ പിന്തുടരും. ജീവിതത്തിൻ്റെ പ്രതികൂലമായ സാഹചര്യങ്ങളിലൂടെ കടന്നുപോയ മനുഷ്യനാണ്. പക്ഷെ ദൈവത്തിൻ്റെ ഇടയനായി പരിപാലിക്കുന്ന ദൈവത്തിൻ്റെ അനുഗ്രഹീതമായ കരുതൽ അനുഭവിച്ചുകൊണ്ട് പറയുകയാണ്. മാത്രമല്ല സങ്കീർത്തനം 34-ന്റെ 9-10 വാക്യങ്ങൾ, ബാലസിംഹങ്ങളും ഇരകിട്ടാ വിശന്നിരിക്കും, യഹോവയെ അന്വേഷിക്കുന്നവർക്കോ ഒരു നന്മയ്ക്കും കുറവില്ല. ദൈവത്തിനെ അന്വേഷിക്കുന്നവർക്ക് അവൻ ഒരു മുട്ടുമുണ്ട് വരികയില്ല. അതുകൊണ്ട് ആകുലതകൾ വേടണ്ട. കർത്താവ് പറയുകയാണ്, ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്, വേദനപ്പെടേണ്ട. ഒരു അപ്പനുണ്ട് ജീവിതത്തെ നടത്തുവാൻ. ജീവിതത്തെ ദൈവത്തിന് വേണ്ടി സമർപ്പിച്ചു കൊടുത്താൽ ദൈവം വഴി നടത്തും. രാഹുകാലവും വിഗ്രഹങ്ങളുടെ പുറകെ പോകും, അതുപോലെ മനുഷ്യ ദൈവങ്ങളെ തേടി പോകുന്നതിൻ്റെയും ആവശ്യമില്ല. ദൈവം കൂടെയുണ്ട് വഴി നടത്തുവാൻ. നമ്മുടെ ജീവിത വിശുദ്ധിയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്. ദൈവത്തിൽ വസിക്കുവാൻ കഴിയുന്ന ഒരു അനുഭവം.
കൂടെ വസിക്കുവാൻ കഴിയുന്ന ഒരു ജീവിതക്രമം, ദൈവത്തിന് കൂടെ വസിക്കുവാൻ കഴിയുന്ന ഒരു ജീവിതക്രമം ഉണ്ടാകണം. നമ്മെ കർത്താവ് വീണ്ടെടുത്തു. തുടർന്ന് നമ്മുടെ ജീവിതത്തിൽ കുറവുകൾ സംഭവിക്കാം. പക്ഷേ തിരുവചനത്തിലൂടെയും പ്രാർത്ഥനയിലൂടെയും നമ്മൾ വിശുദ്ധീകരണം പ്രാപിച്ച് കർത്താവിൻ്റെ സ്വഭാവമുള്ളവരായി മാറണം. ദൈവം പരിശുദ്ധനാണ്. അവൻ്റെ കൂടെ നടക്കുവാൻ ശ്രമിക്കുന്ന നമുക്ക് വിശുദ്ധി ഉണ്ടാകും. കർത്താവിൻ്റെ സ്വഭാവമാണ് വിശുദ്ധി എന്ന് പറയുന്നത്. ആ വിശുദ്ധി ഉള്ളിടത്ത് കർത്താവ് വരും. യോഹന്നാൻ സുവിശേഷം 15-ാം അധ്യായം 3-ാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു, ഞാൻ നിങ്ങളോട് സംസാരിച്ച വചനം നിമിത്തം നിങ്ങൾ ശുദ്ധിയുള്ളവരാകുന്നു, എന്നിൽ വസിപ്പിൻ, ഞാൻ നിങ്ങളിലും വസിക്കും. അപ്പോൾ ദൈവത്തിൻ്റെ വചനം വായിക്കുന്നതിലൂടെ, നിരന്തരമായി വായിക്കുന്നതിലൂടെ, കടമയ്ക്ക് വേണ്ടി വായിച്ചു തീർക്കുകയല്ല, വായിക്കുന്നതിലൂടെയും ധ്യാനിക്കുന്നതിലൂടെയും കേൾക്കുന്നതിലൂടെയും വിശുദ്ധീകരണം ഉണ്ടാകും. കഴിയുന്നിടത്തോളം വേദപുസ്തകം വായിക്കുക, കഴിയുന്നിടത്തോളം ദൈവത്തിൻ്റെ വചനം കേൾക്കുക, ധാരാളം പ്രാർത്ഥിക്കുക. സമയം കിട്ടുമ്പോഴെല്ലാം തിരുവചന പ്രകാരം പറയുകയാണ്, ഇടവിടാതെ പ്രാർത്ഥിപ്പൻ. പ്രാർത്ഥനയും തിരുവചന ധ്യാനവുമാണ് നമ്മെ വിശുദ്ധിയിലേക്ക് നയിക്കുന്നത്. ദൈവത്തിൻ്റെ ദൈവമായ സ്വഭാവമാണ് വിശുദ്ധി. അതിൽ ദൈവം അപ്രകാരം ജീവിതത്തിൽ വിശുദ്ധി ദൈവം നൽകുമ്പോൾ, വിശുദ്ധിക്ക് വേണ്ടി നമ്മെ തന്നെ സമർപ്പിക്കുമ്പോൾ ദൈവം നമ്മുടെ ഉള്ളിൽ വസിക്കും. ആ ഒരു അനുഗ്രഹീതമായ നമ്മുടെ ആരാധനയും നമ്മുടെ ജീവിതവും അർത്ഥവത്തായി തീരുവാൻ ഇടയായിത്തീരും. സാധാരണഗതിയിൽ നമുക്ക് നന്മയുണ്ടാകുവാൻ മറ്റുള്ളവർക്ക് ദ്രോഹം ചെയ്യുകയോ മറ്റുള്ളവരുടെക്കെതിരായി പറയുകയോ ഒക്കെ ചെയ്യുമ്പോൾ നമുക്ക് താൽക്കാലികമായ ഒരുപക്ഷെ നന്മയുണ്ടാകാം, പക്ഷേ അത് ജീവിതത്തിൽ ശാപമായി ഭവിക്കും. അതുകൊണ്ട് ദൈവം നൽകുന്ന നന്മകൾ അതാണ് ഏറ്റവും സുരക്ഷിതമായ നന്മ. ദൈവം നമുക്കൊരു സ്പേസ് നൽകും. നമ്മെ ഉയർത്തുന്ന തിരുവചന പ്രകാരം പറയുന്നു, അവൻ്റെ നാമത്തെ അറിയിയാൽ ഞാനവനെ ഉയർത്തും. അങ്ങനെ ദൈവം നൽകുന്ന ഉയർച്ചയും നന്മകളും അനുഗ്രഹവുമാണ് ശാശ്വതമായിട്ടുള്ളത്. അതാണ്. അതിൽ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് വേണം ജീവിതം മുന്നോട്ട് നയിക്കുവാൻ. തിരുവചനം വീണ്ടും നമ്മെ ഉദ്ബോധിപ്പിക്കുന്നത് ഇപ്രകാരമാണ്. അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് എഫേസ്യർക്ക് ലേഖനം 5-ാം അധ്യായം 2-ാം വാക്യം ഇപ്രകാരം പറയുന്നു, ക്രിസ്തുവും നിങ്ങളെ സ്നേഹിച്ച് നമുക്ക് വേണ്ടി തന്നെത്താൻ ദൈവത്തിന് സൗരഭ്യവാസനയായ വഴിപാടും യാഗവുമായി അർപ്പിച്ചതുപോലെ സ്നേഹത്തിൽ നടപ്പിൻ. ദുർനടപ്പും യാതൊരു അശുദ്ധിയും അത്യാഗ്രഹവും നിങ്ങളുടെ ഇടയിൽ പേർ പറക പോലും അരുത്. അങ്ങനെയാകുന്നു വിശുദ്ധന്മാർക്ക് ഉചിതം. ഇവിടെ പറയുകയാണ്, ദുർനടപ്പും യാതൊരു അശുദ്ധിയും അത്യാഗ്രഹവും നിങ്ങളുടെ ഇടയിൽ പേർ പറക പോലും അരുത്. നമുക്ക് വേണ്ടി ക്രിസ്തു സൗരഭ്യവാസനയായ യാഗമായി തീർന്നു. അവിടെ തീരുന്നില്ല. അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനത്തിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നു. 2-ാം ലേഖനം 2-ാം അധ്യായം 15-16 വാക്യങ്ങൾ പ്രകാരം വായിക്കുന്നു, രക്ഷിക്കപ്പെടുന്നവരുടെ ഇടയിലും നശിക്കുന്നവരുടെ ഇടയിലും ഞങ്ങൾ ദൈവത്തിന് ക്രിസ്തുവിൻ്റെ സൗരഭ്യവാസനയാകുന്നു എന്നാണ്. അപ്പോൾ ഉള്ളിലുള്ളവരുടെ ഇടയിലും സഭയ്ക്ക് പുറത്തുള്ളവരുടെ ഇടയിലും ഞങ്ങൾ ക്രിസ്തുവിൻ്റെ സൗരഭ്യവാസന. സഭ അങ്ങനെയാണ് ആകേണ്ടത്. സഭയിൽ ഓരോരുത്തരും സൗരഭ്യവാസനയെ യാഗമായി മാറുകയാണ്. അപ്പോൾ ആരാധനയും ജീവിതവും അർത്ഥവത്തായി തീരും. അങ്ങനെ വിശുദ്ധിയിലും ദൈവത്തിന് സൗരഭ്യവാസനയുള്ള യാഗമായി തീരുമ്പോൾ അങ്ങനെയുള്ളവരുടെ ഒരുമിച്ചുള്ള കൂട്ടത്തിലുള്ള ആരാധന എന്ന് പറയുന്നത് വളരെ ശക്തിമത്തായി തീരും. ദൈവത്തിൻ്റെ അത്ഭുതകരമായ കൃപയുള്ളതായി തീരും. നേരത്തെ പറഞ്ഞതുപോലെ പത്രോസിൻ്റെ നിഴലിൽ പോലും ദൈവത്തിൻ്റെ ശക്തി എന്ന് പറയുന്നത് പോലെ ആരാധനയിൽ അത്ഭുതകരമായ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി ഉണ്ടാകും. ആ ആരാധന എല്ലാവരെയും ആകർഷിക്കും. ആദിമ നൂറ്റാണ്ടുണ്ടായ ഒരു ദൈവിക ചൈതന്യം ആരാധനയിൽ വെളിപ്പെടും. അങ്ങനെ ആ ഒരു ആരാധനയിലൂടെ ലോകത്തെ മുഴുവനും കർത്താവിലേക്ക് ആകർഷിക്കുവാൻ സാധിക്കും. കർത്താവിൻ്റെ ശരീരമായ സഭ തലയായ ക്രിസ്തുവിനോട് ചേർന്ന് നിന്ന് ലോകത്തെ മുഴുവനും ആകർഷിക്കുവാൻ, അവങ്കിലേക്ക് ആകർഷിക്കുവാനും എല്ലാവരും ദൈവജനമായി തീരുവാനും ദൈവരാജ്യത്തിൻ്റെ പൂർത്തീകരണം ഉണ്ടാകുവാനും സകല മുഴങ്കാലും കർത്താവിൻ്റെ മുമ്പിൽ മടങ്ങുവാനും അതിലൂടെ ഇടയായിത്തീരും. ഈ ദൗത്യം നമുക്ക് സ്വയമേ സാധിക്കുന്നതല്ല. നാം ആഗ്രഹം കാണിച്ച് സമർപ്പിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് നമ്മെ ശക്തീകരിക്കുകയും അതിന് ശക്തിമത്തായി ഒരു ജീവിതം ഉള്ള വ്യക്തികളാക്കി നമ്മെ മാറ്റുകയും ആരാധന അർത്ഥവത്തായി തീർക്കുകയും ചെയ്യും. അപ്രകാരം ദൈവത്തിന് വേണ്ടി വേർതിരിക്കപ്പെട്ട അനുഗ്രഹപ്പെട്ട ജീവിതത്തിൻ്റെ ഉടമകളായി തീരുവാൻ, അനുഗ്രഹപ്പെട്ട ആരാധന അർപ്പിക്കുന്നവരായി തീരുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കുമാറാകട്ടെ. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹവാനും പരിശുദ്ധനുമായ ഞങ്ങളുടെ സ്വർഗ്ഗസ്ഥ പിതാവേ, അനുഗ്രഹീതമായ ഈ സമയത്തിനായി നന്ദിയോട് സ്തോത്രം. ഞങ്ങളെ കേൾപ്പിച്ച തിരുവചന സത്യങ്ങൾക്കായി ഞങ്ങൾ അങ്ങേ വാഴ്ത്തുന്നു.
കർത്താവിൻ്റെ ക്രൂസ് മരണത്തിലൂടെ ഞങ്ങളെ വീണ്ടെടുത്തു. ദൈവമേ, തിരുവചന ധ്യാനത്തിലൂടെയും പ്രാർത്ഥനയിലൂടെയും വിശുദ്ധിയോടെ അങ്ങോട് ചേർന്ന് നടക്കുവാൻ, അങ്ങയിൽ വസിക്കുവാൻ, ഞങ്ങൾ വസിക്കുന്ന അനുഭവം ഉണ്ടാകുവാൻ, ഞങ്ങൾ അങ്ങയുടെ വകയായി ജീവിപ്പാൻ, ഞങ്ങളുടെ ജീവിതം എല്ലാവർക്കും സൗരഭ്യവാസനയുള്ളതായി തീരുവാൻ, ഞങ്ങളുടെ ആരാധന അർത്ഥവത്തായി തീരുവാൻ, അതിലൂടെ ലോകത്തെ മുഴുവനും അങ്ങയോട് ചേർന്ന് ആകർഷിക്കുവാൻ ഞങ്ങളെ പ്രാപ്തിപ്പെടുത്തണമേ. മഹത്വം സ്വീകരിക്കണം. യേശുവിൻ്റെ പുണ്യനാമത്തിൽ പ്രാർത്ഥന കേൾക്കണം പിതാവേ. ആമേൻ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവശക്തനായ ദൈവത്തിൻ്റെ കരുണയും കൃപയും കൂട്ടായ്മയും നമ്മെല്ലാവരോടും ഇന്നും എന്നേക്കും കാലാവസാനം കൂടെ ആയിരിക്കുമാറാകട്ടെ. ആമേൻ.